ഗുഡ്, ബെറ്റർ ആൻഡ് ദ ബെസ്റ്റ്. അവൻ്റെ തോളിലിരിക്കുന്ന ഏറ്റവും വലിയ ഭാരം നമ്മുടെ തോളയിലോട്ട് കയറ്റി വെച്ചിട്ട് സാറ് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇത് ഗ്യാരണ്ടി ആയിട്ടും കൊടുത്തു. വി ഫൈൻഡ് ദ ഗ്യാപ്പ്. എന്താ എഴുതിയിരിക്കുന്നത്? ഐഡൻറ്റിഫൈ ദ ഹിഡൻ ഗ്യാപ്പ് ഫോർ യുവർ ഓഫർ, യുവർ അവതാർ, യുവർ മാർക്കറ്റ്, യുവർ സെൽഫ് ആൻഡ് യുവർ ടൈമിംഗ്. ഫൈൻഡ് ദ വൺ തിങ് ദാറ്റ് മേക്സ് എവറിത്തിങ് ഈസിയർ. ഹൈ ടിക്കറ്റ് പ്രൈസിങ് എന്താണെന്ന് പഠിച്ചു, അൾട്രാ ഹൈ ടിക്കറ്റ് പഠിച്ചു, ലോ ടിക്കറ്റ് പഠിച്ചു. പിന്നെ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ പഠിച്ചു. എന്തായിരുന്നു? അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ ഡിമാൻഡ് കൂടണം. ഡിമാൻഡ് കൂടണമെങ്കിൽ സപ്ലൈ കുറയണം. സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ വില കൂട്ടാം. വില കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടുമ്പോൾ വി ക്യാൻ മേക്ക് അവർ കസ്റ്റമർ സേ വൗ. നമ്മളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ സെല്ല് ചെയ്യാൻ പറ്റും. ഒന്ന് ROI. എന്താ ROI? എല്ലാവർക്കും അറിയാം. എന്താ? നമ്മളെല്ലാവരും എന്താ നമ്മുടെ കസ്റ്റമറോട് പറയുന്നത്? നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ സാധനം കിട്ടും. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളിൽ പലരും ഇത് ഉപയോഗിക്കുന്നില്ല എന്നും എനിക്കറിയാം. വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ബട്ട് ദിസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ സെയിൽസ് ക്ലോസിംഗ് ടൂൾ ഇൻ ദ വേൾഡ്. ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. സാർ എനിക്ക് ഈ പൈസ തന്നാൽ സാറിന് ഇന്ന സാധനം കിട്ടും, അതിൻ്റെ അകത്ത് ഇന്ന ബെനിഫിറ്റ് സാറിനുണ്ടാവും. ഇതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് നാട്ടുകാരെല്ലാം പറയുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ROI ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതെല്ലാവരും പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? വെൻ ഇറ്റ് കംസ് ടു ഹൈ ടിക്കറ്റ്, ROI ഈസ് നോട്ട് ഇനഫ്. അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ, ബോണസ് ഹാക്കിങ് കൊണ്ടുവരാൻ, ഓഫർ ഇടിച്ചവൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ യു നീഡ് COI. എന്താ ഇത്? കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. എന്താ കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ? ബിസിനസ്സിൽ അടുത്ത ലെവലിലേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിന് എന്ത് ചെയ്യണമെന്ന് ഇതുവരെ നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സ്ട്രാറ്റജി, സ്കിൽ ആൻഡ് സിസ്റ്റം. ഇതാണ് എന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ അലമ്പ് കസ്റ്റമറെയും അലമ്പ് സ്റ്റാഫിനെയും ഒഴിവാക്കുന്നിടത്താണ് എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. ആ 7 സ്റ്റെപ്പിൽ കൂടി കടന്നു പോകുമ്പോഴാണ് എക്സ്പാൻഷനിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നത്. ഇതൊക്കെ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിന് ഒരു സൊല്യൂഷനും കയ്യിൽ കിട്ടി.